ചേട്ടാ, തമിഴ്നാട് കർണാടക അതിർത്തികളിലെ ഈ സത്യമംഗലം കാട്ടിലെ വീരപ്പൻ നമുക്ക് മലയാളികൾക്കടക്കം സുപരിചിതനായൊരു വനം കൊള്ളക്കാരനായിരുന്നു. ആ, അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നീട് അങ്ങിങ്ങായി പല ചെറു വീരപ്പന്മാരും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു ചെറു വീരപ്പനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശിക്കാരി ഗോവിന്ദ. നല്ല പേരൊക്കെയാണ്. ഉം. കർണാടകത്തിലെ ഈ മാലൈ മാതേശ്വര കുന്നുകളുടെ താഴ്വാരത്തെ ഗ്രാമത്തിലാണ് ഇയാളുടെയും ഭവനം. ഇയാൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ കൊന്നത് 4 കടുവകളെയാണ്. അതോടൊപ്പം തന്നെ 2 കൊലപാതക കേസുകളിലും പ്രതിയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഒരു കവർച്ച കേസിൽ കോടതിയിൽ ഹാജരാകാൻ വരുന്നതിനിടെയാണ് വനംവകുപ്പ് ഇയാൾക്കുള്ള കെണിയൊരുക്കിയത്. ഒരു നൊട്ടോറിയസ് ഹണ്ടറാണ്. ഉം. കർണാടക ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന അവരുടെ ലിസ്റ്റിലെ നൊട്ടോറിയസ് ഹണ്ടറാണ് ഈ ശിക്കാരി ഗോവിന്ദ. മാരി വീരപ്പൻ എന്ന് അറിയപ്പെടുകയാണ് ഇയാൾ. 32 വയസ്സ് മാത്രമാണ് പ്രായം. ഇതുവരെ 4 കടുവകളെ കൊന്നുകളഞ്ഞു. ഉം. ഒരു കടുവയുടെ ചിത്രം ഞാൻ താങ്കളെ കാണിച്ചു. അത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റില്ല. ഒരു കടുവയെ കട്ട് ചെയ്ത് 3 പീസാക്കി മാറ്റി വെച്ചിരിക്കുന്നു. കടുവ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പിടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന കൊലപ്പെടുത്തുന്ന കടുവകളൊക്കെ അതെ നമ്മൾ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. പക്ഷെ കടുവയെ ഇത്തരത്തിൽ വേട്ടയാടുന്നു. കടുവയെ അതിക്രൂരമായി, അതും തോക്കുപയോഗിച്ചല്ല, കത്തി പോലുള്ള വാള് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇതിനെ കൊലപ്പെടുത്തുന്നു. ചില കടുവകളുടെ തോലെടുത്ത് പുറത്തേക്ക് കടത്തുന്നു. ഈ 3 പീസാക്കിയ ഇതിൻ്റേത് ഈ നമ്മൾ ആ റിപ്പോർട്ട് പ്രകാരം, ഈ ഫോറസ്റ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റാരോ ആണ്. അതായത് തോലെടുത്ത് വിൽക്കുന്നത് താനല്ല. ആ തോലിന് വേണ്ടിയല്ല കടുവയെ വേട്ടയാടുന്നത്, വനംവകുപ്പുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മാരി വീരപ്പൻ എന്ന് പറയുന്ന ഗോവിന്ദ ഈ പ്രവൃത്തി ഹിൽസിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു വെച്ചത്. ഹിൽസ് എന്ന് പറഞ്ഞാൽ മാലൈ മാതേശ്വര കുന്നുകൾ. അവിടെ നമ്മൾ ഈ കഴിഞ്ഞ ഒരിടെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ വിഷം വെച്ച് വന്നത്. ഗ്രാമീണർ കാടുകളിലേക്ക് പോയി കടുവകളെ, തന്റെ കന്നുകാലികളെ പിടിക്കുന്ന കടുവകളെ വിഷം വെച്ച് കൊന്നു. അതെ കന്നുകാലിയുടെ ഇറച്ചിയിൽ വിഷം വെച്ചു ഒരു കടുവയും കടുവയുടെ കുഞ്ഞുങ്ങളും മരണപ്പെട്ടു പോയി. അത്തരത്തിൽ വലിയൊരു ക്രിമിനൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് കർണാടക ഫോറസ്റ്റിന് ഈ ഗോവിന്ദയെ കിട്ടുന്നില്ല. ഗോവിന്ദയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി നടത്തുന്നുണ്ടെങ്കിലും ഈ കർണാടക വനമേഖലകളിൽ ഇയാൾ ഒളിച്ച് നടക്കുകയാണ്. ഇയാൾ പല സ്റ്റേറ്റുകൾ, വനങ്ങൾ വഴി പല സ്റ്റേറ്റുകൾ, ഇപ്പോൾ കേരള വനാതിർത്തി കടന്നു കയറാൻ പറ്റും, തമിഴ്നാട് വനാതിർത്തിയിലേക്ക് കയറിപ്പോകാൻ പറ്റും, അങ്ങനെ പല പല മേഖലകൾ കടന്നു കയറി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാരണം വനത്തിനുള്ളിൽ ചെക്ക് പോസ്റ്റുകളില്ലാത്തത്. അതെ കാൽനടയായിട്ടുള്ള യാത്ര ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. ഈ വനവിഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ഇതിനുള്ളിൽ ലഭിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഈ വനത്തിൽ നേരിടേണ്ടി വഴികളും സുപരിചിതമായി. അതെ, അപ്പോൾ ഈ ശിക്കാരി ഗോവിന്ദയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ മൈസൂരിലെ കൃഷ്ണരാജ ബൊളിവാർഡിലെ കോടതിയിൽ ഒരു 2 കൊലപാതകങ്ങൾ നടത്തിയ ആള് ഇത്രയധികം കടുവകളെ ഒരു മോഷണ കേസിൽ പോയി ഹാജരായി. ഏത് വില്ലൊട്ടക്ക് തന്നെ തിരഞ്ഞു നടക്കുന്നതിനിടെ ഒരു നിസാര കേസിന് കോടതിയിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി ഹാജരാകാൻ വേണ്ടി പോയി. അത് ശിക്ഷയല്ല, ശിക്ഷാവിധിയല്ല, വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പോയി ഹാജരായി. ഇദ്ദേഹത്തിന്റെ പല കൂട്ടാളികളെയും ഇതിനു മുമ്പ് തന്നെ ഈ പിടികൂടുന്നുണ്ടായിരുന്നു. ഈ കർണാടക വനം വകുപ്പ് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു വീരപ്പൻ സ്റ്റൈല് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വീരപ്പന്റെ സ്റ്റൈൽ ഇതൊന്നുമല്ല, അത് വേറെ കാര്യം. ഇതൊക്കെ കർണാടക ഫോറസ്റ്റ് വനം വകുപ്പ് പറയുന്ന കഥയാണ്. വീരപ്പന്റെ കഥ നമുക്കൊരു ദിവസം പറയാം. വീരപ്പന്റെ രീതി ഇതൊന്നുമല്ല, ഇങ്ങനെയുള്ള രീതികളൊന്നും വീരപ്പൻ ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു വീരപ്പൻ സ്റ്റൈലിലാണ് ഇയാൾ വന്നുകൊണ്ടിരുന്നത്. ഇയാളുടെ സംഘവും ആ രീതിയിലായതുകൊണ്ട് ഇവരെ അമർച്ച ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത കണ്ടെത്തിയത് കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുകയും ഇയാളുടെ കൂട്ടാളികളെയെല്ലാം പിടികൂടുകയും ചെയ്തു. പക്ഷെ ഇയാളെ മാത്രം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഈ ബൊളിവാർഡിലെ കോടതിയിൽ ഈ മണ്ടൻ വന്ന് ഹാജരാകുന്നത്. ഏത് വലിയ കൊമ്പന് ഒരിക്കൽ വീഴും. ഏതെങ്കിലും ഒരു ചെറിയ കാണിക്കില്ല. അതെ എത്ര വലിയ ആളാണെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ വീഴും. ആ പിഴവ് അയാളെ കൊണ്ടേ പിന്നെ പോവുകയുള്ളൂ. അങ്ങനെ ബൊളിവാർഡിലെ കോടതിയിൽ വന്ന് ഹാജരായപ്പോൾ തന്നെ അവിടുന്ന് ഇൻഫർമേഷൻ വനംവകുപ്പിന് ലഭിച്ചു. ഇയാളിതാ കോടതിക്കുള്ളിൽ കോടതിയുടെ അകത്ത് കയറിയിട്ടുണ്ട് എന്നറിഞ്ഞ് വനംവകുപ്പ് കോടതിയുടെ വെളിയിൽ കാത്തു നിന്നപ്പോൾ ഇയാൾ കോടതിയുടെ പിറകുവശത്തെ ജനൽ വഴി കടന്ന് ഈ കോടതിയുടെ പിറകുവശത്തെ മതിൽ ചാടി ഓടിക്കളഞ്ഞു. വനംവകുപ്പ് വെളിയിൽ കുറേ നേരം കാത്തു നിന്നിട്ട് ഇയാളെ കാണുന്നില്ല. അങ്ങനെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ, യൂണിഫോം ഇടാത്ത ഉദ്യോഗസ്ഥർ
കോടതിയിലെത്തി നോക്കിയപ്പോൾ കോടതിയിൽ ഇയാളില്ല. ഇയാൾ അവിടുന്ന് ചാടിക്കടന്ന് പോയിരിക്കുന്നു. പിന്നീട് പോലീസുമായി ചേർന്ന് ഇയാളെ അന്വേഷിച്ചപ്പോൾ ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. മൈസൂരിൽ നിന്ന് ചാമരാജ് നഗറിലേക്ക് പോകാനുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചത്. ഈ വനംവകുപ്പിന് വിവരം ലഭിച്ചപ്പോൾ വനംവകുപ്പ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ട്രെയിനുകൾ കയറി പരിശോധിച്ച് തുടങ്ങി. ഇപ്പോൾ ട്രെയിൻ മൂവ് ചെയ്തു. ഈ മൈസൂർ ചാമരാജ് നഗർ പാസഞ്ചർ ട്രെയിനാണ്. അത് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വനംവകുപ്പ് കയറി എന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാട്ടിലൂടെ പാഞ്ഞു നടക്കുന്ന ആളാണല്ലോ, ഒരുമാതിരി എന്താ പറയാ, കടുവയൊക്കെ കീഴ്പ്പെടുത്താൻ ചെറിയ ശാരീരിക അഭ്യാസം പോരല്ലോ. അപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്നും വളരെ വിദഗ്ധമായി ഇയാൾ താഴെ ഇറങ്ങി. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്ട്രക്ഷൻ ഈ ലോക്കോ പൈലറ്റിന് കൊടുക്കും. വേഗത കുറയ്ക്കാൻ പറഞ്ഞു, അത്രയും വേഗം. അങ്ങനെ വേഗത കുറച്ചു. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങിയപ്പോൾ ഇയാൾ കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരുന്നു. കുറ്റിക്കാട്ടിനുള്ളിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുറ്റിക്കാടാകെ തിരഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് എണ്ണീറ്റ് ഓടാൻ ശ്രമിച്ചു. ഈ ഉദ്യോഗസ്ഥർ ഇത്രയും പേരാണ്. അവർ വളഞ്ഞിട്ട് പിടികൂടി കൊണ്ടുപോകുന്ന രംഗമൊക്കെ ഇപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോൾ കർണാടക ഫോറസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഓരോരോ ഫോട്ടോസായിട്ട് അവരുടെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനക്കൊമ്പൊക്കെ പിടിച്ചിട്ട് ചുറ്റും വളഞ്ഞ് ഉദ്യോഗസ്ഥർ നിന്ന് ഫോട്ടോ എടുക്കുമല്ലോ. എങ്ങനെ ഈ ആനക്കൊമ്പെല്ലാം വനംകൊള്ളക്കാരെയൊക്കെ പിടിക്കുമ്പോൾ 2 ആനക്കൊമ്പ് ഈ സൈഡിലൊക്കെ. അതെ, ഇത് ആളിങ്ങനെ പുലിപ്പല്ലും പുലിത്തോലൊക്കെ ഫ്രണ്ടിൽ വെച്ച്. അതായത് ഇത് ഇത്രയും വലിയൊരു വില്ലനെ തറയിൽ ഇങ്ങനെ കുത്തിയിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ വനംവകുപ്പിൽ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ചുറ്റും നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹണ്ടറാണ് നമ്മൾ പിടികൂടിയിരിക്കുന്നത്. ഈ വർഷം ആദ്യത്തെ ഇപ്പം പിടിച്ചത് ജനുവരി 2-ാം തീയതിയാണ് ഇത്തരം ഒരു അറ്റംപ്റ്റ് വനംവകുപ്പ് നടത്തുകയും ഇത്തരത്തിൽ റിസ്ക് എടുത്ത് വനംവകുപ്പ് ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത്. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്കാരി ഗോവിന്ദ എന്ന് പറയുന്ന ഒരു വലിയ ശല്യക്കാരനാണ്. കാട്ടിനുള്ളിൽ കയറി ഇത്രയും അധികം അക്രമങ്ങൾ നടത്തുന്നു, ഇത്രയധികം കേസുകൾ. അതെ, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരമുള്ള നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ഒട്ടനവധി കേസുകൾ. 4 കടുവയെ കൊന്നത് മാത്രമൊന്നുമില്ല, നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ഇഷ്ടം പോലെ വന്യമൃഗങ്ങളെ ആക്രമിച്ച കേസുകളാണ് ഈ ശിക്കാരി ഗോവിന്ദയ്ക്ക് എതിരായിട്ട് ഉള്ളത്. ആക്രമിക്കുന്ന മാത്രമല്ല, ഇത് തോലെടുത്ത് വിൽക്കാൻ ഇന്ത്യയിൽ എവിടെയും നടക്കില്ല. ഇത് രഹസ്യമായി കപ്പൽ കയറ്റി ചൈനയിലേക്കും പുറത്തേക്ക് വിടാമെന്നല്ലാതെ ഇന്ത്യയിൽ എവിടെയും ഇത് ഇന്ത്യയിൽ എവിടെയും ഇതിൻ്റെ വിപണി ഇല്ലല്ലോ. ഇതിൻ്റെ വിപണി ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രഹസ്യമായിട്ടുള്ള കൈമാറ്റങ്ങളൊക്കെ നടക്കും. അതെ, രഹസ്യമായി കൈമാറാൻ പറ്റും. പക്ഷെ അല്ലാണ്ട് പൊതുവിപണിയിൽ ഇത് ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇറക്കാൻ പറ്റുന്ന, പൊതുവിപണിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്ക് ഈ സാധനം കയറ്റുമതി ചെയ്യുക. ഇതാണ് ഗോവിന്ദ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇയാളുടെ പ്രവൃത്തി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഒരു കർണാടക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഗോവിന്ദയെ ജീവനോടെ കിട്ടുമെന്ന് അവർക്ക് വിശ്വാസമില്ലായിരുന്നു. വനംവകുപ്പിന് ജീവനോടെ കിട്ടുമെന്ന് വിശ്വാസമില്ലായിരുന്നു എന്നിരിക്കെയാണ് വനംവകുപ്പ് ഇയാളെ ജീവനോടെ പിടിച്ചത്. അതായത് കൊന്നുകളയാനുള്ള തീരുമാനം ഏകദേശമൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് ജീവനോടെ തന്നെ, അതായത് ഒരു പബ്ലിക് ഏരിയയിലാണ് ഇയാളെ ഇട്ട് പിടിച്ചത്. വന്ന് കയറിയതാണ്. പബ്ലിക് ഏരിയയിൽ കിട്ടിയത് കൊണ്ട് പിടിച്ച് ചത്തില്ല, ഇല്ലെങ്കിൽ അവര് തട്ടിയേനെ, ഒരു ഏറ്റുമുട്ടലിൽ കൊന്നത്. ഇയാളുടെ എതിരെ വേറൊരു കേസുണ്ട്. 2023 ഇയാള് ചെയ്തൊരു പരിപാടി ഹനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തോക്കുമായി കയറിച്ചത്. നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ KGF ഉള്ളതുപോലെ നേരെ ഹനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തോക്കുമായി കയറി ചെന്ന് 2023 തോക്കുമായി ആംസ് ആക്ട് പ്രകാരമുള്ള ഒരു കേസുണ്ട്. പോലീസുകാരെ വരട്ടിയിട്ട് ഇറങ്ങിപ്പോയി. അത്തരത്തിൽ വലിയ വില്ലനാണ്. പക്ഷേ ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ അതെ കവർച്ചാ കേസിൽ പോയി ഹാജരായി. ഇതിനിപ്പോൾ ആരെങ്കിലും കവർച്ചാ കേസ് ഉണ്ടായിരുന്നു ബൊഗാദിയിൽ ഒരു കവർച്ചാ കേസ്. ആ ബൊഗാദിയിലെ കവർച്ചാ കേസിലാണ് പോയി ഹാജരായി കൊടുത്തത്. ഇത്തരം മണ്ടത്തരങ്ങളാണ് കാണിച്ചത്. ഇത്രയും വലിയ വില്ലനെ പക്ഷേ അവർ തറയിൽ കുത്തിയിരുത്തി ഫോട്ടോ എടുത്ത് നാടാകെ പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇയാൾ കൊന്ന ഒരു കടുവയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും കഷ്ടം തോന്നും. ഒരു കടുവയെ കൊന്ന് നമ്മൾ മറ്റേ എന്താ പറയുക, ഇറച്ചിക്കടയിൽ വെച്ചിരിക്കുന്നത് പോലെ മൂന്ന് ഭാഗമായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നു. ഇതാണ് ശിക്കാരി ഗോവിന്ദരാജയുടെ കർണാടകത്തിലെ വനസമ്പത്തിന് ഇനി കുറച്ചെങ്കിലും ആശ്വസിക്കാം ജീവികൾക്ക്. വേറെ ആൾക്കാർ ഇങ്ങനെ ഈ സ്റ്റൈലിൽ ഉദിച്ചു. അവിടുത്തെ ആളുകൾക്ക് ഈ വനം മനുഷ്യനുമായിട്ടുള്ള സംഘർഷം, വന്യജീവി സംഘർഷങ്ങൾ ധാരാളമായിട്ടുള്ള. അതെ, കുഞ്ഞുനാളില് ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ അവരുടെ ഏതെങ്കിലും മുതിർന്ന
ആ വീട്ടിൽ ആരെങ്കിലും ഈ കടുവ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല പുലിമുരുകനിലെ പോലെ ഉം. ഇവർ ഈ പിള്ളേര് വളർന്നു വരുമ്പോൾ ഇത് തേടി പോകും, ഇതിനെ ഉപദ്രവിക്കാൻ ചെയ്യും. ഇത്തരത്തിലുള്ള ആളുകളെ വളർത്തി വിടുന്നത് ഈ പ്രദേശവാസികളായിരിക്കും. കാരണം ഇവർ ഈ വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതായിരിക്കും ഇങ്ങനെ ഒരാൾ. ഇവനൊരു രക്ഷകനാണെന്ന് വിചാരിക്കും, ഡിങ്കൻ. ഇവരെ പിടിക്കാനായിട്ട് വനംവകുപ്പ് വരുമ്പോൾ ഇയാൾക്ക് രക്ഷകനായിട്ട് അതെ ഒരു റോള് കൊടുക്കും. അത് വനംവകുപ്പ് വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഇവർ പാസ് ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ അത് വെറും ഒരു സിഗ്നൽ ആയിരിക്കും, എന്തെങ്കിലും ഒരു സൗണ്ട് ആയിരിക്കും. ഇത് മലയാണല്ലോ, വനമാണല്ലോ. ഈ വനത്തിനകത്ത് ചെറിയൊരു സിഗ്നൽ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇവിടുന്ന് ആൾ കയറുന്നു എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ ആണ്. അതെ അതെ അതെ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആള് പിടിയിലായി. ശരി.